അസ്സലാമുഅലൈക്കും നമസ്കാരം. എല്ലാവർക്കും സൈദു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ചേരുവകൾ കൊണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പുഡിങ് ചെയ്യാൻ പാൽ ആവശ്യമാണ്. ഞാനൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് കട്ടിയുള്ള പാലാണ് എടുത്തേക്കുന്നത്. വെള്ളം ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല. നമുക്ക് ഈ പാല് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളപ്പിക്കുമ്പോൾ നമ്മൾ ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചുവട്ടിൽ പിടിക്കും. പാല് തിളയ്ക്കുന്നതിനനുസരിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാൽ ഒരുവിധം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തേക്കുന്നത്. അത് വെള്ളത്തിനകത്ത് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ കുതിർത്ത ചൈന ഗ്രാസ് നമുക്ക് ഈ വെള്ളത്തിലോട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴും നന്നായിട്ട് ഇതൊന്ന് ഉരുക്കി കിട്ടും. ഈ ചൈന ഗ്രാസ് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഇതൊന്ന് ഉരുക്കി കിട്ടും. ഇത് പൊടിച്ചിട്ട് മെൽറ്റാക്കിയാലും കുഴപ്പമില്ല. കുതിർക്കാതെ പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിത് വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് കുതിർത്തന്നേ ഉള്ളൂ. ചൈന ഗ്രാസ് എല്ലാം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തിളച്ചപ്പോഴത്തേക്ക് നല്ലതുപോലെ ഇത് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഉരുക്കി കിട്ടിയേക്കുന്ന ഈ ചൈന ഗ്രാസ് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് വാനിലയുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ വാനിലയുടെ എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റുക. ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു കേക്കിൻ്റെ മോൾഡാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ചൂടുണ്ട്. ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പുഡിംഗ് സെറ്റായി കിട്ടും. ഞാൻ ഈ പുഡിംഗ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായി കിട്ടിയതാണ്. ഇനി ഇത് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. പുഡിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.